Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu wa nashhadu anna Muhammadan 'abduhu wa rasuluhu أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. ولكم في القصاص حياة يا أولي الألباب يا أولي الألباب لعلكم تتقون. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഏതാനും ആഴ്ചകളിലായി പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മദീന കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച ധർമ്മത്തിന് മേൽക്കൈയുള്ള ക്രമം ഇഖാമത്തുദ്ദീൻ, അത്തരമൊരു ധാർമ്മിക ക്രമത്തിലേക്ക് ഹബീബ് സഞ്ചരിച്ചെത്തിയ കർമ്മമാർഗങ്ങളെക്കുറിച്ചാണ് മിമ്പറിലെ പ്രതിപാദനം. പ്രധാനമായും 3 കർമ്മമാർഗങ്ങൾ മക്കയിലെ 13 കൊല്ലത്തെ നുബൂവത്തിൻ്റെ കാലയളവിന് ശേഷം മദീനയിലെ 10 കൊല്ലത്തെ പ്രവാചക കാലയളവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച സാമൂഹ്യക്രമത്തിലേക്ക് പ്രവാചകൻ സഞ്ചരിച്ച മാർഗമായി നാം മനസ്സിലാക്കി. പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തൻ്റെ കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉറച്ച അടിത്തറയിലുള്ള ബോധവൽക്കരണം, അതായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തെ കർമ്മമാർഗം തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക് പോയിപ്പോകാൻ സാധ്യതയുള്ള സകല പ്രേരകങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ചുറ്റുപാടിനെ ശുദ്ധീകരിക്കുക എന്ന നടപടിക്രമമായിരുന്നു. മൂന്നാമത്തേത് അവ്വിധം ഒരു സുമനസ് തിന്മയിലേക്ക് പോയിപ്പോകാതിരിക്കുമാറ് സാഹചര്യം ക്രമീകരിച്ചിട്ടും പൈശാചികതയുടെ ദുർബോധനത്തിന് വിധേയമായി നിയമത്തെ, ധർമ്മത്തെ ഉല്ലംഘിക്കുന്ന, വയലേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിത്തീർന്നാൽ അത് ഒരു സമൂഹത്തിൻ്റെ
ധർമ്മത്തിൽ അധിഷ്ഠിതമായ പ്രയാണത്തിന് തടസ്സമാകും എന്നതുകൊണ്ട് അത്തരമൊരു ക്രമത്തിൽ സിവിൽ ക്രിമിനൽ നിയമങ്ങളും കുറ്റങ്ങളും അൽ ഹദ്ദ് വൽ ജിനായാത്ത്, കുറ്റവും ശിക്ഷയും, ഇങ്ങനെ ഒരു ക്രമമാണ് ഹബീബ് ഉണ്ടാക്കിയത്. ഇതാണ് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ച വിപ്ലവം. ഇതാണ് ഹബീബിൻ്റെ ധാർമ്മിക വിപ്ലവം. ഹബീബിനെ അനുസ്മരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ സാമൂഹ്യ ക്രമത്തിനകത്ത് ഉണ്ടായി വന്ന ഒരുപാട് ദുരന്തങ്ങൾ സമൂഹത്തിന് സമ്മാനിച്ച സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഖുതുബയുടെ ഉള്ളടക്കം ഇങ്ങനെ ക്രമീകരിച്ചത്. കുറ്റവും ശിക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടതിൻ്റെ തുടർച്ചയിൽ സവിശേഷമായ ഇസ്ലാമിക അധ്യാപനങ്ങളാണ് ഇന്നത്തെ ഖുതുബയുടെ ഉള്ളടക്കം. യഥാവിധി ഈ വിഷയം അവതരിപ്പിക്കാൻ എന്നെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യഭിചാരം മക്കയിലെ ഹബീബ് നിരോധിച്ചിരുന്നു. പക്ഷെ മക്കയിൽ ഹബീബിന് അധികാരം ഉണ്ടായിരുന്നില്ല. അധികാരം ഉള്ളിടത്തെ ശിക്ഷ നടപ്പാക്കാൻ കഴിയും. അതുകൊണ്ട് മക്കയിൽ ഉത്ബോധനം മാത്രമാണ് ഉണ്ടായത്. വ്യഭിചരിക്കരുത് എന്ന ഉത്ബോധനം, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന ഉത്ബോധനം, അത്തരം വൃത്തികെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടാത്തവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന ബോധവൽക്കരണം, ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഖുർആനിക അധ്യാപനങ്ങളിൽ സമൂഹത്തിന് ലഭ്യമായ നിർദ്ദേശങ്ങൾ. മദീനയിലെത്തിയപ്പോൾ സൂറത്തു നിസായിലൂടെ 2 നടപടിക്രമങ്ങൾ അള്ളാഹു നൽകി. അതിലൊന്ന് സൂറത്തു നിസാ 15-ാമത് സൂക്തം. കഴിഞ്ഞ ഖുത്ബയിൽ നാം അത് കേട്ടു. വ്യഭിചരിച്ച പെണ്ണിനെ വീട്ടുതടങ്കലിൽ വെക്കണമെന്ന്, ഒന്നുകിൽ മരിക്കുവോളം അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വിധി വരുവോളം. രണ്ടാമത്തെ നിർദ്ദേശം, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും സാമൂഹ്യമായി ബഹിഷ്കരിക്കണം. അവർ രണ്ടുപേരും പശ്ചാത്തപിച്ചാൽ അത് അവർക്ക് നല്ലത്. പക്ഷെ എങ്കിൽ പോലും അവരെ പരിഗണിക്കുകയല്ല, അവഗണിക്കുകയാണ് വേണ്ടത്. കാരണം അവർ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ യോഗ്യരല്ല, മാന്യരല്ല. ഇതായിരുന്നു മദീനയിലെ ആദ്യകാല നിർദ്ദേശം. പിന്നീട് വളരെ വ്യക്തമായി ഹിജറ 5-6 നൂറ്റാണ്ട് കാലയളവിൽ അവതീർണമായ സൂറത്തു നൂറിലൂടെ 31-ാം സൂക്തത്തിൽ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ 2-ാമത് സൂക്തത്തിലൂടെ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നൽകി. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 അടി വീതം അടിക്കണം. വലാ തഖുദുകും ബിഹിമാ റഉഫത്തും ഫീ ദീനില്ലാഹ്, അല്ലാഹുവിൻ്റെ ഈ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇവരോട് യാതൊരു അനുകമ്പയും നിങ്ങൾ കാണിക്കരുത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ ആളുകളുടെ മേൽ അല്ലാഹുവിൻ്റെ ഈ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ അനുകമ്പയും നിങ്ങൾ കാണിച്ചുകൂടാ. വൽയഷ്ഹദ് അദാബഹുമാ ത്വാഇഫത്തും മിനൽ മുഅ്മിനീൻ, അവർ ശിക്ഷിക്കപ്പെടുന്നതിന് ഒരു കൂട്ടം വിശ്വാസികൾ സാക്ഷികളാവുകയും വേണം, അഥവാ പരസ്യമായിട്ട് വേണം ശിക്ഷ നടപ്പാക്കാൻ. ഇതായിരുന്നു വ്യഭിചാരത്തിനുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ ശിക്ഷാവിധി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിയമങ്ങൾക്കനുസൃതമായി മദീനയിലെ ഭരണാധികാരം കൈയാടിക്കൊണ്ട് മുന്നോട്ട് പോയ മഹാപ്രവാചകനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിധിക്ക് ഒരു ഉപാധി വെച്ചു. ഇത് വിവാഹിതരല്ലാത്ത ആളുകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് അക്കാലഘട്ടത്തിൽ വിവാഹിതരല്ലാത്ത ആരെങ്കിലും വ്യഭിചരിച്ചാൽ വാദിയും പ്രതിയും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടുകയും വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും സംസാരിക്കുകയും
സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും തെളിവിന്റെ ബലപരിശോധന നടന്നു കഴിയുകയും ചെയ്താൽ ജഡ്ജിയായ ഹബീബിന് ബോധ്യം വന്നാൽ ഹബീബ് വിധി കൽപ്പിക്കും. വിവാഹിതരല്ലാത്തവരാണെങ്കിൽ അടിക്കാൻ. അങ്ങനെ പരസ്യമായി വിശ്വാസികൾ സാക്ഷികളായിരിക്കെ ഓരോരുത്തരെയും, ഇതിൽ കക്ഷി ചേർന്ന രണ്ടുപേരെയും 100 അടി വീതം അടിക്കുകയും ചെയ്യും. ഈ ശിക്ഷ അവിടെ നടപ്പാക്കപ്പെട്ടിരുന്നു. എന്നാൽ വിവാഹിതരായ ആളുകളാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അവരുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ ശിക്ഷ കുറെ കൂടി കടുത്തതാണ്. ശിക്ഷാവിധികൾ വേണോ വേണ്ടേ എന്നും, ഇസ്ലാമിന്റെ ശിക്ഷാവിധികൾ ഒരു പ്രാകൃത സമൂഹത്തിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്നുമൊക്കെ വലിയ വായിൽ സംസാരിച്ചിരുന്ന ആളുകളാണ് ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വാതുറന്ന് കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് ആദ്യം വിളിച്ചു കൂവിയത്. പിന്നീട് അത്രത്തോളം കടുത്ത ശിക്ഷ വേണ്ടതില്ല എന്നും, അത് കാലാകാലം ജീവപര്യന്തം തടവായാൽ മതി എന്നുമൊക്കെയുള്ള വർത്തമാനങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇസ്ലാമിന്റെ രീതിശാസ്ത്രം കൃത്യമാണ്. ഇന്നും ലോകത്തുടനീളം ധാർമ്മികത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ക്രമത്തിലും ശിക്ഷാവിധികളുണ്ട്. എറിഞ്ഞുകൊല്ലല് വേണോ വേണ്ടേ എന്നത് ഒരു ചർച്ചയാവാം. എറിഞ്ഞുകൊല്ലുക എന്നതിന് വല്ല മാറ്റവും ആവാമോ എന്നതും ചർച്ചയാവാം. പല രാജ്യങ്ങളിലും തൂക്കിലേറ്റലാണ് വധശിക്ഷയുടെ രീതിയായി സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ സൗദി അറേബ്യ പോലുള്ള ക്രമത്തിൽ തലവെട്ടലാണ് വധശിക്ഷ രീതി എന്ന് നമുക്കറിയാം. ഇതൊക്കെ കാലികമായി പണ്ഡിതന്മാർക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ കടുത്ത ശിക്ഷ എന്നതിൽ ഇസ്ലാം ഉറച്ചു നിൽക്കുന്നത് അത്തരം ശിക്ഷാവിധികൾ സമൂഹത്തിൽ ധർമ്മത്തെ നിലനിർത്താൻ സഹായിക്കുന്ന അനിവാര്യമായ സംഗതികളാണ് എന്നതുകൊണ്ടാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സാമൂഹ്യ ക്രമത്തിൽ, മദീനയാകുന്ന ആ ഭരണക്രമത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ശിക്ഷകൾ നടന്നതായി നമുക്ക് വായിക്കാൻ സാധ്യമല്ല. ഈ എറിഞ്ഞു കൊല്ലൽ ശിക്ഷ ഏറ്റുവാങ്ങിയ 2 പ്രമാദമായ സംഭവങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന് മാഇസ് ബിൻ മാലിക് അസ്ലമി എന്ന് പറയുന്ന അസ്ലം ഗോത്രക്കാരനായ മാഇസിന്റെ ചരിത്രമാണ്. നമ്മുടെ വാഴലീങ്ങളുടെ വാഴലുകളിൽ രോമാഞ്ച കഞ്ചുകമണിയിക്കുന്ന ശബ്ദമാധുരിയിൽ ഈ സംഭവം ശ്രോതാക്കൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാകും. മാഇസ് വ്യഭിചരിച്ചത് വേറെ ആരും അറിഞ്ഞില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ പങ്കുപറ്റിയ സ്ത്രീയും മൂന്നാമനായി തമ്പുരാനും മാത്രം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഹബീബിന്റെ കോടതിയിൽ വന്ന വിഷയമല്ല. പക്ഷെ ഹബീബ് ഉണ്ടാക്കിയെടുത്ത ഒരു ധാർമ്മിക ക്രമത്തിൽ തമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിൽ തന്റെ പരലോകം, സ്വർഗം ഇത് മുഖേന നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്ത മാഇസിന്റെ മനസ്സിൽ അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയാൻ തുടങ്ങിയപ്പോൾ, ഒരു ലാവ പൊട്ടി ഒഴുകുന്നത് പോലെ ആ മനസ്സിന്റെ സകല ചൂടും മദീനയിലെ കോടതിയിൽ മായിസ് സ്വയം തന്നെ പുറത്തെറിയുകയായിരുന്നു. മായിസിനെതിരെ ആരും പരാതി കൊടുത്തതല്ല. മദീന പള്ളിയിൽ കോടതി കൂടിക്കൊണ്ടിരിക്കെ അപ്പോൾ നടന്നുകൊണ്ടിരുന്ന വ്യവഹാരം അവസാനിപ്പിച്ച് അതിൽ ഹബീബിന്റെ തീർപ്പ് കഴിഞ്ഞപ്പോൾ മായിസ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മായിസ് പറഞ്ഞു, തൊഹിർനി യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, അങ്ങ് എന്നെ ശുദ്ധീകരിക്കണം. അങ്ങ് എന്നെ ശുദ്ധീകരിക്കണം എന്ന ഈ പ്രയോഗം ഇത്തരത്തിലൊരു വലിയ അന്യായത്തിൽ വീണുപോയി എന്നതിന്റെ കൃത്യമായ വർത്തമാനമാണ്. അതുകൊണ്ട് ഹബീബിന് മനസ്സിലായി മായിസ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന്. മായിസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഹബീബ് പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കാം മായിസെ, നീ സ്വപ്നം കണ്ടതായിരിക്കാം. മായിസ് പറഞ്ഞു, അല്ല, നീ ചിലപ്പോൾ ആ സ്ത്രീയെ ഒന്ന് തൊടുകയോ സ്പർശിക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ എന്ന്. മായിസ് പറഞ്ഞു, അല്ല. ഹബീബ് ചോദിച്ചു, മായിസ് അങ്ങനെ സംഭവിച്ചുവോ? സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചുവോ? സംഭവിച്ചു. അതുകൊണ്ട് പ്രവാചകരെ, തൊഹിർനി, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം എന്നാണ്. എനിക്കെന്റെ സ്വർഗം നഷ്ടപ്പെട്ടുകൂടാ. ഇവിടെ സാക്ഷികളില്ല, സാക്ഷി വിസ്താരത്തിന് വകുപ്പില്ല, അന്യായക്കാരില്ല. അതുകൊണ്ട് വാദിയും പ്രതിയും, വാദിഭാഗവും പ്രതിഭാഗവുമില്ല. തെറ്റു ചെയ്തവൻ തന്റെ മനസ്സാക്ഷി സമ്മതിക്കാത്തത് കൊണ്ട് തന്റെ പരലോകം ഉറപ്പുവരുത്താൻ ഇസ്ലാം വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങി പശ്ചാത്തപിച്ച് മടങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വമേധയാ രംഗത്ത് വരികയാണ്.
അതുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹോദര സമുദായ അംഗങ്ങളായ ചരിത്രകാരന്മാർ വരെ വേറെ എവിടെയും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രംഗം കാണുകയില്ല. ഒരാൾ സ്വയമേവ കോടതിയിൽ ഹാജരാവുക, ആരും അറിയാത്ത തന്റെ കൂടെ പങ്കുപറ്റിയ പെണ്ണും അതിനപ്പുറത്ത് ജഗദീശ്വരനും മാത്രം അറിയുന്ന ഒരു സംഭവം സ്വയം ഏറ്റുപറയുക, പിന്തിരിപ്പിക്കാൻ നീതിന്യായ നിർവഹണത്തിന്റെ വക്താവിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ പ്രോത്സാഹനം ഉണ്ടായിട്ട് പോലും പിന്തിരിയാതിരിക്കുക, സ്വയം തന്നെ സാക്ഷ്യം വഹിച്ച് ശിക്ഷ ചോദിച്ചു വാങ്ങുക, അവസാനം സമൂഹ മധ്യ നിർത്തി കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെടുക. ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ വേറെ ഇല്ല. അത്രയും കൃത്യമായ പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രമത്തെയാണ്, ഒരു ധാർമ്മിക ക്രമത്തെയാണ്, മനം മാറ്റത്തിലൂടെ ക്രമം തന്നെ ഇസ്ലാമികമായ ധാർമ്മികതയിലേക്ക് മാറുന്ന ഒരു വ്യവസ്ഥിതിയുടെ വക്താവായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ മായിസ് എറിഞ്ഞു കൊല ചെയ്യപ്പെട്ടു. അപ്പോഴും ഹബീബ് ചോദിച്ചില്ല, മായിസെ, നിന്റെ കൂടെ പങ്കുപറ്റിയ ഒരു മറുകക്ഷി ഉണ്ടാകുമല്ലോ, ആ പെണ്ണ് ഏതാണെന്ന്. അങ്ങനെ പിന്നാലെ കൂടുന്ന പണി ഇസ്ലാമിനില്ല, അത് ഇസ്ലാമിന്റെ കോടതിയിലുമില്ല. എന്തായിരുന്നാലും ഇത് ആണൊരുത്തന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ മറുഭാഗത്ത് ഒരു മറ്റു വ്യക്തിത്വമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് ഒരു സ്ത്രീ ഇതുപോലെ കയറി വന്നു. സദസ്സിൽ ഒരു പെണ്ണാണ് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ പേര് ഗാമിദിയ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹബീബിനോട് ഇவ்விதം അവരാവശ്യപ്പെട്ടു, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്റെ പരലോകം ഉറപ്പുവരുത്തണം, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഹബീബ് അവരോട് ചോദിച്ചത് ഇത്രമാത്രമാണ്, നീ ഗർഭിണിയാണോ? ആ സഹോദരി പറഞ്ഞു, അതെ ഗർഭിണിയാണ്. എങ്കിൽ നിന്റെ ഗർഭത്തിൽ വളർന്ന ശിശു നിരപരാധിയാണ്, പ്രസവിച്ചിട്ട് വാ. ഹബീബ് അവരെ പറഞ്ഞു വിട്ടു. പ്രസവിച്ച ശേഷം അവർക്ക് വരാതിരിക്കാമായിരുന്നു. ഒരിക്കലും അവരെ തെരഞ്ഞു പോകുന്ന ഒരു രീതിശാസ്ത്രം, അവിടെ പിന്നാലെ കൂടുന്ന ഒരു നടപടിക്രമം ഇസ്ലാമിക ക്രമത്തിനില്ല. പക്ഷെ ആ സഹോദരിക്ക് തന്റെ പരലോകമായിരുന്നു വലുത്. അതുകൊണ്ട് അവർ പ്രസവിച്ച കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ വീണ്ടും കോടതിയിൽ. ഹബീബ് അവരോട് പറഞ്ഞു, ഈ കുഞ്ഞ് എന്തെങ്കിലും കഴിക്കാറാവട്ടെ, അപ്പോൾ നീ വന്നാൽ മതി. 2 വർഷം ആ കുഞ്ഞിന് അമ്മിഞ്ഞ ഊട്ടിയ ശേഷം കയ്യിലെ റൊട്ടിക്കഷ്ണം കുഞ്ഞ് കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ വീണ്ടും ആ സ്ത്രീ കോടതിയിൽ വരികയാണ്. ഈ പ്രസവത്തിനെടുത്ത കാലയളവോ കുഞ്ഞിന് മുലയൂട്ടാനെടുത്ത കാലയളവോ തന്റെ പശ്ചാത്താപത്തിന്റെ മാർഗത്തിൽ ആ സ്ത്രീയെ പിന്തിരിപ്പിച്ചില്ല എന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഹബീബ് ആ കുഞ്ഞിനെ ഒരു സഹാബിയെ ഏൽപ്പിച്ചു. ഗാമിദിയെ എറിഞ്ഞു കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. അങ്ങനെ ഗാമിദിയ പരസ്യമായി എറിഞ്ഞു കൊല ചെയ്യപ്പെട്ടു. ഗാമിദിയയുടെ നേരെ കല്ലെടുത്ത് എറിയുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ആങ്ങി ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അതവിടെ ശിരസിൽ കൊണ്ടു. രക്തം ഖാലിദിന്റെ വസ്ത്രത്തിലേക്ക് ചീറ്റിത്തെറിച്ചു വന്ന് വീണു. ഖാലിദ് എന്തോ ഒരു ശാപവാക്ക് പോലെ മൊഴിഞ്ഞു. ഹബീബ് ഖാലിദെ തടഞ്ഞു. മഹ്ലൻ, ഖാലിദ് അങ്ങനെ പറയല്ല, അവരെ കുറിച്ച് അങ്ങനെ പറയല്ല. ഹബീബ് തടഞ്ഞു. ഈ പെണ്ണിന്റെ പശ്ചാത്താപത്തിന്റെ വില ഹബീബ് സദസ്സിനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മരണം ഉറപ്പുവരുത്തി കഴിഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാൻ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അനുചരന്മാർ വെള്ളവുമായി വന്നു. ഹബീബ് വുളു ചെയ്തു. ഉമർ ഖത്താബ് ചോദിച്ചു, ഹബീബെ, വ്യഭിചാരിണിയായ ഒരു പെണ്ണിന് വേണ്ടി അങ്ങ് മയ്യിത്ത് നമസ്കരിക്കുകയോ? അപ്പൊ ഉമർ ഖത്താബിനോട് അവിടെ കൂടിയ സകല ആളുകളോടും ഹബീബ് ഇങ്ങനെ പറഞ്ഞു, ലഖദ് താബത് തൗബ. അവർ വല്ലാത്തൊരു പശ്ചാത്താപമാണ് നടത്തിയത്, തുല്യതയില്ലാത്ത തൗബ. ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലി മദീന. മദീനയിലെ 70 ആളുകൾക്കിടയിൽ ഇവരുടെ പശ്ചാത്താപം നിങ്ങൾ വീതം വെച്ച് കൊടുത്താൽ ലവസഅതുഹും, ആ 70 പേർക്കും സ്വർഗത്തിലെത്താൻ അത് മതിയാകും. അത്രയും വലിയ പശ്ചാത്താപം. ഇവിടെ പിന്നാലെ നടന്നിട്ട് പിടികൂടിയിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഇടപെടൽ കൊണ്ട് കോടതിയിൽ ഹാജരാക്കിയതല്ല. പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനുഷ്യർ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ തന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുമല്ലോ എന്ന ചിന്തയാൽ പ്രചോദിതരായി പിന്തിരിയാനും പിൻവാങ്ങാനും
നാട് വിട്ടോടുവാനും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഒളിത്താവങ്ങളിൽ പ്രവേശിക്കാനും അങ്ങനെ ജീവിതം തള്ളി നീക്കാനും ഒക്കെ അവസരമുണ്ടായിട്ടും അവരുടെ പിന്നാലെ ചൂഴ്ന്നന്വേഷിക്കുന്ന ഒരു പോലീസ് നിരീക്ഷണ സംവിധാനമില്ലാതിരുന്നിട്ടും കോടതിയിൽ കയറി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതായിരുന്നു ഇസ്ലാമിന്റെ ക്രമം. വിശ്വാസത്തിന്, പരലോക വിശ്വാസത്തിന്, വിചാരണയും മഹ്ശറും ഹിസാബും സ്വർഗവും നരകവും എന്ന വലിയ വലിയ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു സമൂഹത്തിലെ സാധാരണക്കാരുടെ മനസ്സിൽ എത്രമേൽ ഇടമുണ്ടായിരുന്നു എന്ന് വിനയപുരസ്സരം തിരിച്ചറിയാൻ ഈ സംഭവം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അവിടെയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു ക്രമം ഉണ്ടാവുക. ഇത് ഇത്രയും പറഞ്ഞത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിന്റെ ശിക്ഷാവിധികളും അനുബന്ധ സംഭവങ്ങളുമാണ്. ബലാത്കാരവും ബലാത്സംഗവും അത് വേറെയാണ്. വ്യഭിചാരം ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ കുറ്റമല്ല, അത് സാധാരണഗതിയിൽ സാധ്യതയുള്ള ഒന്നാണ്. അതിൽ എന്തിത്തിരി വിഷയം, എന്തിത്ര പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അപ്രസക്തമായി തോന്നും. അതാണ് നമ്മുടെ ചിന്തയെയും സ്വാധീനിച്ച, ഈ നമ്മുടെ കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുന്ന, നമ്മളെ ധാർമ്മികതയെ കീഴ്മേൽ മറിക്കുന്ന ഈ ക്രമത്തിന്റെ ദുരന്തം, ഈ ക്രമത്തിലെ വൈറസ് എന്ന് വിനയപുരസ്സരം നിങ്ങൾ തിരിച്ചറിയണം. എന്നാൽ ഈ അർത്ഥത്തിൽ നിലകൊള്ളുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ കുബുദ്ധികൾ അല്ലെങ്കിൽ പൈശാചിക വൃത്തിയിൽ ഏർപ്പെട്ടു പോയ മനസ്സുകൾ ചിലപ്പോൾ അതിനപ്പുറത്തും ചെയ്തേക്കാം. അങ്ങനെയും സമൂഹത്തിൽ ഉണ്ടാകും ആളുകൾ. കാരണം എല്ലാവരും ഒരുപോലെ സംസ്കരിക്കപ്പെട്ടു കൊള്ളണമെന്നില്ല. ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തിൽ പോലും എല്ലാവരുടെയും സംസ്കരണം ഒരേ സ്കെയിലിൽ നടക്കുകയില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം. അന്ന് ഇസ്ലാം വ്യാപകമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ആളുകൾ കൊലപ്പായി കൂട്ടം കൂട്ടം അഫ്വാജ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നു. രാഷ്ട്രങ്ങൾ ഇസ്ലാമിന് കീഴൊതുങ്ങുമ്പോ, ഭരണാധികാരികൾ ഇസ്ലാം ആശ്ലേഷിക്കുമ്പോ ആ നാട്ടിലെ പൗരന്മാരും കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ ഇങ്ങനെ മാർക്കം കൂടിയ സകലത്തിനെയും ഇസ്ലാമിന്റെ തസ്കിയ, തർബിയ ക്രമത്തിൽ സംസ്കരിക്കാനോ ശിക്ഷ നൽകി വളർത്താനോ പെടുന്നതിനെ സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ വന്നാലും ഇവർ പഴയ രീതി തുടരും. നമ്മുടെ സമുദായത്തിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കെ തന്നെ അനിസ്ലാമിക അന്യമത പ്രവണതകൾ തുടരുന്ന ആളുകൾ ധാരാളമുള്ളതുപോലെ ഇത്രയൊക്കെ വാഴലും ഉറുതിയും നടന്നിട്ടും സമുദായത്തിനകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ അത്തരം ഒരുപാട് ആളുകൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം ഇങ്ങനെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പറഞ്ഞ വസ്തുതയെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം. അതുവരെയും കള്ളുകുടിക്ക് 40 അടിയായിരുന്നു ശിക്ഷ ഇസ്ലാമിൽ. മദ്യപിച്ചാൽ 40 അടി ശിക്ഷയുണ്ട്. മദ്യപാനത്തിൽ പിടിക്കപ്പെട്ടാലും 40 അടി ശിക്ഷയാണ്. അതേസമയം ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് വന്നു. നല്ല ഒരു ശതമാനം യഹൂദ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ വീഞ്ഞ് വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ശീലമുള്ളവരാണ് അവരിൽ പലരും. വീഞ്ഞ് കുടിക്കൽ യഥാർത്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെയാണ് അവർ പലരും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അഡിക്ഷൻ അങ്ങ് തീർന്നില്ല. ഇസ്ലാമിൽ വന്നിട്ടും കുടിക്കും. അങ്ങനെ കുടിയന്മാരുടെ എണ്ണം ഒരു പ്രശ്നമായി മാറി. കാരണം ഈ ആളുകൾ നേരത്തെ കുടിച്ച് ശീലിച്ചവരാണ്. 40 അടി കൊള്ളും പിന്നെയും കുടിക്കും, 40 അടി കൊള്ളും പിന്നെയും കുടിക്കും. 40 അടി അവർക്കൊരു പ്രശ്നമല്ലാതായി മാറി. അങ്ങനെ വന്നപ്പോൾ ഷൂറ കൂടുകയുണ്ടായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി. ഗൗരവമാർന്ന ചിന്തക്ക് ഒടുവിൽ 80 അടിയും തല മുണ്ടനം ചെയ്യലും എന്ന വിധി നടപ്പാക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും. ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത്തരത്തിൽ അധർമ്മത്തിൽ നിന്ന് മുക്തരാവാതെ പോകുന്നവർ, പൈശാചിക പ്രവണതക്ക് കീഴ്പ്പെട്ടു പോയവർ, നേരത്തെ തന്നെ ഇത്തരം ദുഷിച്ച ചിന്തകളും രീതികളും അടിമപ്പെടുത്തപ്പെട്ടവർ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംസ്കരണ പ്രക്രിയക്ക് വിധേയരാകാൻ കഴിയാതെ പോയവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ന്യായമായ ഒരു സമൂഹത്തിൽ ഉണ്ടാകാം. അപ്പോൾ അതിനനുസൃതമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത്തരം പ്രശ്നങ്ങളിലും ഇസ്ലാം കർശനമായ ഇടപെടൽ നടത്തുകയാണ് ചെയ്യുക. 2 സംഭവങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് തിരുനബിയുടെ കാലഘട്ടത്തിലെ ഒരു സംഭവമാണ്. രണ്ടാമത്തേത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ ഈ പറഞ്ഞ വിഷയവുമായി നേർക്കുനേരെ ബന്ധമുള്ള 2 സംഭവങ്ങൾ. അബൂ ദാവൂദ്, തിർമിദി തുടങ്ങിയ മഹാരഥന്മാരായ ഇമാമുമാർ അവർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ തിരുനബിയുടെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു സ്ത്രീ രാത്രി നമസ്കാരത്തിന് പുറപ്പെട്ടു. നമ്മുടെ സ്ത്രീകൾ രാത്രി നമസ്കാരത്തിന് വരുന്നത് പോലെ. അങ്ങനെ ഇരിക്കെ രാത്രി നമസ്കാരത്തിന് പുറപ്പെട്ട ഈ സ്ത്രീയെ വഴിയിൽ വെച്ച് ഒരാൾ കടന്നു പിടിക്കുകയും അങ്ങനെ അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അവർ ബഹളം വെച്ചത് ആളുകൾ കേൾക്കുകയും ആളുകൾ ഓടിക്കൂടി ഈ പ്രതിയെ പിടികൂടി ഹബീബിന്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രതിയെ എറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ഇതാണ് ബലാത്കാരത്തിന് കിട്ടുന്ന ഒരു ഉദാഹരണം.
നേരത്തെ പറഞ്ഞെല്ലാം വ്യഭിചാരത്തിന്റെ ശിക്ഷയാണ്. വ്യഭിചാരം പ്രശ്നമല്ലാത്ത ഒരു ക്രമത്തിൽ ബലാത്കാരം പ്രശ്നമാകുന്നു എന്ന് പറയുന്നത് അന്യായമാണ്. ഈ വ്യഭിചാരം ആവാം, വ്യഭിചരിക്കുന്നവർക്ക് സംഘടനയും ആവാം, അവർക്കും ട്രേഡ് യൂണിയൻ ആവാം, അവരെയും നമുക്ക് വോട്ട് ബാങ്കാക്കി നിർത്താം. അങ്ങനെ അവർ ട്രേഡ് യൂണിയൻ കൂടി സമ്മേളനം നടത്തിയാൽ മന്ത്രിമാർക്ക് പോയി ഉദ്ഘാടനം ചെയ്യാം. അവരുടെ വരുമാനത്തിന്റെ പങ്ക് കൊണ്ട് റിലീഫ് നടത്താം. എങ്കിൽ റിലീഫ് വിതരണത്തിനും മാന്യന്മാർക്ക് പോകാം എന്നൊക്കെ വരുന്ന ഒരു ക്രമത്തിൽ, വ്യഭിചാരത്തിന് പരസ്യമായി ലൈസൻസ് കൊടുത്ത് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രമത്തിൽ ബലാത്കാരം എന്ന ഒന്ന് മാത്രം നടന്നുകൂടാ എന്ന് പറയുന്നത് എത്രമേൽ അന്യായമാണെന്ന് നിങ്ങൾ വേദനയോടെ ഓർക്കണം. വ്യഭിചാരം തന്നെ അന്യായമായ, അശ്ലീലമായ, അധാർമികമായ ധർമ്മത്തെ കീഴ്മേൽ മറിക്കുന്ന, സദാചാര ബോധത്തെ കുഴതെറ്റിക്കുന്ന ഒരു സംഗതിയായിരിക്കെ ബലാത്കാരം മാത്രം പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞാൽ അത് അന്യായമാണ്. ഇസ്ലാം വ്യഭിചാരത്തിന് കടുത്ത ശിക്ഷ വിധിച്ചിട്ട് ബലാത്കാരത്തിന്റെ കാര്യത്തിൽ ഉടനടി ശിക്ഷ നടപ്പാക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഹബീബ് ഈ സ്ത്രീയെ കടന്നു പിടിച്ചവനെ അന്ന് തന്നെ എറിഞ്ഞു കൊല്ലാൻ വിധിക്കുകയും എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. രണ്ടാമത് ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഒരു പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് ഭോഗിച്ച ഒരു സംഭവം ഉണ്ടായി. പ്രായപൂർത്തിയെത്താത്ത ഒരു പെൺകുട്ടിയെ ഒരാൾ ഇങ്ങനെയുള്ള അശ്ലീല പ്രവർത്തനത്തിന് വിധേയമാക്കി. ആളുകൾ അദ്ദേഹത്തെ പിടികൂടി ഉമറിന്റെ കോടതിയിൽ ഹാജരാക്കി. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ 100 അടി അടിക്കാൻ വിധിക്കുകയാണ് ചെയ്തത്. അവൻ വിവാഹിതനായിരുന്നില്ല എന്നതാണ് കാരണം. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷകൾ ബലാത്കാരത്തിന്, റേപ്പിന്, അല്ലെങ്കിൽ ഇങ്ങനെ ബലാത്സംഗത്തിന്, സ്ത്രീകളോട് അന്യായമായി പ്രവർത്തിക്കുന്നതിന് ഇസ്ലാം വിധിച്ചതായും ചരിത്രം നമുക്ക് കാണാം. അപ്പോൾ വ്യഭിചാരവും ബലാത്കാരവും ഒരുപോലെ കുറ്റമായി കാണാനുള്ള മാനസികാവസ്ഥ ഒരു സാമൂഹ്യ ക്രമത്തിന് ഉണ്ടാകണം. ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിരുന്നാലും പ്രശ്നം പരിഹൃതമാകും എന്ന് വിചാരിക്കരുത്. നിയമം നടപ്പാക്കുന്നവർക്ക് അതിനനുസൃതമായ ക്വാളിറ്റിയും നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കാനുള്ള ആർജവവും അവർക്ക് അങ്ങനെ ചെയ്യണമെന്ന ധാർമ്മിക ബോധവും ഉണ്ടാവണം. എങ്കിലേ പ്രശ്നം പരിഹരിക്കൂ. അവിടെ കൂടി ഊന്നുകയായിരുന്നു ഇസ്ലാം. അപ്പോഴാണല്ലോ ഒരു ക്രമം പൂർണ്ണമാവുക. നിയമങ്ങളില്ലാത്തതല്ല നമ്മുടെ പ്രശ്നമെന്ന് നമുക്കറിയാം. എല്ലാ കുറ്റങ്ങൾക്കും കൃത്യമായ നിയമങ്ങളും വിധിയുമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ നിയമം നടപ്പാക്കുന്നിടത്താണ് പ്രശ്നം. അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതാണ് വിഷയം. അതുകൊണ്ട് അധികാരത്തിന്റെ തിണ്ണബലത്തിൽ, ധനത്തിന്റെ ബലത്തിൽ, സ്വാധീനത്തിന്റെ ബലത്തിൽ അങ്ങനെ ഭരണവും ഭരണാധികാരികളും ഭരണകൂടവും നീതിന്യായ നിർവഹണവും നിയമപാലകരും ഒക്കെ സ്വാധീനിക്കപ്പെടാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി വന്നാൽ അവിടെ നിയമം ഉണ്ടായത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഊന്നിയ ഒരു വശം ഇതായിരുന്നു. നിയമം ഉണ്ടാവുക എന്നത് മാത്രം പ്രശ്നപരിഹാരമല്ല. നിയമം നടപ്പാക്കുന്നിടത്ത് ആർജവമുള്ളവർ ഉണ്ടാവണം. അവരാണ് കൂടുതൽ ധർമ്മബോധമുള്ളവരാകേണ്ടത്. അവരാണ് സമൂഹത്തിന്റെ കാവലാളുകളായിട്ട് മാറേണ്ടത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക ചരിത്രം ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ ഒരു സംഭവവും സമാനമായി നമുക്ക് കാണാം. ഹബീബിന്റെ കാലത്ത് കുലീന കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു. മോഷ്ടാവിനെ കയ്യോടെ പിടികൂടി ഹബീബിന്റെ കോടതിയിൽ ഹാജരാക്കി. നേരത്തെ പറഞ്ഞ പോലെ ആ നിയമ നടപടിക്രമത്തിന്റെ എല്ലാ വശങ്ങളും പൂർത്തിയായി. ശിക്ഷ പ്രഖ്യാപിക്കേണ്ട സമയമായി. കൈവെട്ടാണ് ശിക്ഷ. ഹബീബ് ശിക്ഷ പ്രഖ്യാപിക്കും എന്ന് വന്ന ഒരു ഘട്ടത്തിൽ ഈ കുലസ്ത്രീയുടെ കുടുംബത്തിൽപ്പെട്ട ഏതാനും ആളുകൾ ഹബീബിന്റെ അടുക്കൽ ഒരു റെക്കമെൻഡേഷനുമായിട്ട് വന്നു, ഒരു ശുപാർശയുമായിട്ട് വന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു, സെയ്ദ് റളിയല്ലാഹു തആല അൻഹു എന്ന ആളുകളൊക്കെ കൂട്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അവര് മന്ത്രിച്ചു, ഹബീബെ, ഒരു കുലീന കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് കേട്ടോ, അവർ ശിക്ഷിക്കപ്പെടുക എന്നത് ആ കുടുംബത്തിന് വലിയ മാനഹാനിയായി തീരും. അങ്ങനെയാണല്ലോ സാധാരണ മനുഷ്യന്റെ ഒരു ചിന്ത. ഇന്നും ഇന്നലെയും ഒക്കെ ദൃശ്യമാധ്യമത്തിലും പത്രമാധ്യമത്തിലുമൊക്കെ വരുന്ന ചർച്ചകൾ വായിച്ചാൽ ഇത് തന്നെയാണ് ഇപ്പോഴും മനുഷ്യരുടെ മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബ് പൊട്ടിത്തെറിച്ചു. ഹബീബ് ശക്തമായിട്ട് പൊട്ടിത്തെറിച്ചു. ഹബീബ് പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്: ലൗ സരിഖത്ത് ബിൻതി ഫാത്തിമ, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചത് എങ്കിൽ ലഖത്തഅതു യദഹ, അവളുടെ കൈ ഞാൻ വെട്ടും, അവളുടെ കൈ ഞാൻ വെട്ടും. അധികാരമല്ല പ്രശ്നം, കുലവും കുലീനത്വവും സ്ഥാനമാനവും പദവിയുമല്ല വിഷയം. ക്രിമിനൽ കുറ്റമാണോ? ധർമ്മം നടപ്പാക്കാൻ നമുക്ക് ആർജവം ഉണ്ടാകണം. ഈ ആർജവമാണ് ഇസ്ലാം മുമ്പിൽ വെച്ചത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു സഹാബി അംറുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണറായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സഹാബിയാണ്. ഹബീബിന്റെ കൂടെ ജീവിച്ച സഹാബി റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹത്തിന്റെ മകൻ ഒരു ക്രൈസ്തവ യുവാവുമായി കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ട ചരിത്രം ഇതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുതിരപ്പന്തയത്തിൽ അമ്രിന്റെ മകൻ, ഗവർണറുടെ മകൻ തോറ്റു.
ക്രൈസ്തവ യുവാവ് ജയിച്ചു. തോറ്റ ജാള്യം കൊണ്ട് ഗവർണറുടെ മകൻ ഈ ക്രൈസ്തവ യുവാവിനെ തല്ലി. ക്രൈസ്തവ യുവാവ് ഹൈക്കോടതിയിൽ നീതി കിട്ടില്ല എന്ന് ബോധ്യമായപ്പോ സുപ്രീം കോടതിയിലേക്ക് വണ്ടി കയറി. അങ്ങനെ പറഞ്ഞാലേ പുതിയ കാലഘട്ടത്തിൽ മനസ്സിലാകും. ഒരു പ്രദേശം ഭരിക്കുന്ന ഗവർണറുടെ മുമ്പിലാണ് അന്യായം ബോധിപ്പിക്കേണ്ടത്. അമ്രിന്റെ മകനാണ് തന്നെ അടിച്ചിരിക്കുന്നത്, ഗവർണറുടെ മകൻ. അതുകൊണ്ട് ഗവർണറുടെ കോടതിയിൽ ഈ അന്യായം ബോധിപ്പിച്ചാൽ നീതി കിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ ഹൈക്കോടതിയെ വിട്ട് സുപ്രീം കോടതിയിലേക്ക് മദീനയാകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കേന്ദ്ര നീതിന്യായ നിർവഹണ ക്രമത്തിലെ ജഡ്ജിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഈ ക്രൈസ്തവ യുവാവ് എത്തി പരാതി ബോധിപ്പിച്ചു. ഉമർ ഉടനെ നിർദ്ദേശം നൽകി ഗവർണറെയും മകനെയും ഹാജരാകാൻ. രണ്ടുപേരും യാത്ര ചെയ്ത് ഈ സുപ്രീം കോടതിയിൽ ഹാജരായി. വിചാരണ നടന്നു. വിചാരണക്കൊടുവിൽ ഉമർ ഇങ്ങനെ വിധി പറഞ്ഞു. തന്റെ ചാട്ട, ഉമറിന്റെ പ്രശസ്തമായ ചാട്ട ഈ ക്രൈസ്തവ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് ഉമർ പറഞ്ഞു അവനെ അടിക്കാൻ, ഗവർണറുടെ മകനെ പരസ്യമായി അടിക്കാൻ. നിന്നെ എത്ര അടിച്ചോ അത്രയും അടിക്കണം എന്ന്. അങ്ങനെ മാലോകർ നോക്കി നിൽക്കെ പരസ്യമായി ഈ ഗവർണറുടെ മകനെ ഈ ക്രൈസ്തവ യുവാവ്, മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഇസ്ലാമിന്റെ രാജ്യത്ത് ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഒരു ക്രൈസ്തവ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവർണറുടെ മകനെ പരസ്യമായി അടിക്കാൻ ഉമർ കൽപ്പിച്ചു. ചെറുപ്പക്കാരൻ അടിച്ചു. തന്നെ എത്ര അടിച്ചുവോ അത്രയും അടിച്ചു. അടി നിർത്തിയപ്പോ ഉമർ പറഞ്ഞു റളിയല്ലാഹു തആല അൻഹു, അമ്രിനെയും അടിക്കാൻ, ഗവർണറെയും അടിക്കാൻ. അയാളുടെ അധികാരത്തിന്റെ ബലത്തിലാ ഇവൻ ഈ കളി കളിച്ചത്. അവന്റെ പിതാവിന്റെ അധികാരത്തിന്റെ ബലത്തിലാ അവൻ നിന്നോട് അന്യായം കാണിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെയും അടിക്കും. നിങ്ങൾ അറിയണം, ഇതൊരു വല്ലാത്ത വർത്തമാന. ചരിത്രം വഹിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലെ അന്യായങ്ങളോട് പൊരുതാൻ കഴിയാത്ത വിധം നാം അമർന്നിരുന്നു പോകുന്നു എങ്കിൽ ഇത്രയേറെ ശീതരക്തമുള്ളവരായി മുസ്ലിം സമുദായം മാറിയത് എങ്ങനെ എന്ന് നമ്മൾ വേറെ പഠിക്കണം. ഗവർണറെ അടിക്കാൻ. ആരാണ് ഈ ഗവർണർ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല. എത്ര ഹദീസാണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്, എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം, സഹാബിയാണ്. ആ സഹാബിയെ അടിക്കാൻ ഉമർ കൽപ്പിച്ചു. അപ്പോൾ ഈ ക്രൈസ്തവ യുവാവ് പറഞ്ഞു, അദ്ദേഹം എന്നെ തല്ലിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തല്ലുന്നില്ല. ക്രൈസ്തവ യുവാവിന്റെ കയ്യിൽ നിന്ന് ചാട്ട തിരിച്ചു വാങ്ങിയിട്ടു അമ്രനെയും മകനെയും നോക്കി ഉമർ പറഞ്ഞൊരു വർത്തമാനം ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മതസ്തഖ്ബത്തുമുന്നാസ്, എന്ന് മുതലാണടോ നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്. വലഖദ് വലഅതുഹും ഉമ്മഹാതുഹും അഖ്റാറ, അവരെയെല്ലാം അവരുടെ മാതാക്കൾ സ്വതന്ത്രരായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചത്. എല്ലാ മനുഷ്യനും സ്വതന്ത്രനായ പൗരനാണ്. നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കലാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. നീതി നിർവഹിക്കുന്നവർക്ക് ആർജവം ഉണ്ടാകാത്ത കാലത്തോളം നിയമം ബണ്ടില് കണക്കിൽ ഉണ്ടായത് കൊണ്ടൊരു സമൂഹം സുരക്ഷിതമാവില്ല. അതുകൊണ്ട് നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കാൻ ഭരണാധികാരികൾക്ക് പറ്റണം, നിയമപാലകർക്ക് സാധിക്കണം, കോടതികൾക്ക് അതിന് കഴിയണം, പട്ടാളത്തിനും പോലീസിനും അതിന് ആർജവം ഉണ്ടാവണം. അത്തരം ഒരു ധാർമ്മികവൽക്കരണം വേറെ നടക്കണം. അവരെയാണ് ഒന്നാമതായി ധാർമ്മികവൽക്കരിക്കേണ്ടത്. സാധാരണക്കാരനോട് നിയമം പറഞ്ഞ് ഉപദേശിച്ചിട്ട് കാര്യമില്ല. സാധാരണക്കാരനേക്കാൾ ക്രിമിനലുകൾ അധികാര സ്ഥാനങ്ങളിൽ വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ധർമ്മം പുലരില്ല. വാഴുകൊണ്ട് മാത്രം ധർമ്മം പുലരുമെന്ന്, സാരോപദേശം കൊണ്ട് മാത്രം ധർമ്മം ഉണ്ടായി വരുമെന്ന് ആരാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? ഇസ്ലാമിന്റെ ക്രമം അതല്ല. അതുകൊണ്ട് നടപ്പാക്കുന്നവർ അവരാണ് ധർമ്മബോധമുള്ളവരാകേണ്ടത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇത് നടക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ നടന്നിരുന്നുവെങ്കിൽ ഡൽഹിയിലെ ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്കാരത്തിന് വിധേയമാക്കപ്പെട്ടപ്പോൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവേണ്ടത് തന്നെ. ആളുകൾ തടിച്ചുകൂടേണ്ടത് തന്നെ. 4 നാളത്തെ കോലാഹലം, അല്ലെങ്കിൽ ഒരു 13 നാളത്തെ കോലാഹലം ആ പെൺകുഞ്ഞ് മരിക്കുവോളം. അതിനുശേഷം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാം പഴയപടി തന്നെയായി. ഇതാണ് ഈ സമൂഹത്തിന്റെ കുഴപ്പം. അങ്ങനെയല്ല ഇസ്ലാമിന്റെ ക്രമം. എങ്കിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി ബഹളം വെച്ചവർ 2002 300ഓളം മുസ്ലിം സ്ത്രീകൾ ഗുജറാത്തിൽ ഇതിനേക്കാൾ ക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെടുകയും ഈ പെൺകുട്ടിയുടെ രഹസ്യ അവയവങ്ങളിൽ വണ്ടിയുടെ ലിവർ ജാക്കിയാണ് അടിച്ചു കയറ്റിയത് എങ്കിൽ ആ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ തൃശൂലം അടിച്ചു കയറ്റിയിട്ട് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് കുത്തിമലർത്തിയിട്ടും ഒരു നടപടിയും ഇന്നേ വരെ ഉണ്ടായില്ല. അതിൽ കേവലം 3 സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണ് എന്തെങ്കിലും നിയമ നടപടി ഉണ്ടായത്. എന്തേ ഈ ഡൽഹി പെൺകുട്ടിയുടെ കാര്യത്തിൽ കണ്ണീർ വാർത്ത പത്രമാധ്യമങ്ങൾ ഈ പറയുന്ന ഗുജറാത്തിലെ മുഖ്യനെ സ്തുതി പാടാൻ വേണ്ടി മത്സരിച്ചപ്പോൾ
ഇങ്ങനെ ഒരു വർത്തമാനം അവരാരും അറിഞ്ഞില്ല. അതാണ് നമ്മുടെ മീഡിയ, അതാണ് നമ്മുടെ രീതിശാസ്ത്രം. പട്ടാളവും പോലീസും ഗുജറാത്തിലും കശ്മീരിലും മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും എത്ര സ്ത്രീകളെയാണ് ബലാത്കാരം, ബലാത്സംഗം തന്നെ ഒരു വിഭാഗത്തെ തകർക്കാനുള്ള ആയുധമായി പ്രയോഗിക്കുന്ന വൃത്തികെട്ട രീതിശാസ്ത്രം ആയുധപ്രയോഗമായിട്ടു ഇതിനെ ഉപയോഗപ്പെടുത്തണം. പെണ്ണുങ്ങളുടെ മാനം ചവച്ച് പിച്ചി ചീന്തി തുപ്പൽ ഒരു ഭരണകൂടത്തിന്റെ മിഷനറി ഒരു വിഭാഗത്തെ അമർച്ചയാനുള്ള ആയുധമായി പ്രയോഗിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ നാണമില്ലേ എന്ന് നാം നമ്മോട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രമത്തിനകത്താണെന്ന കാര്യം മനസ്സിലാക്കണം. അവിടെയാണ് ജീവിക്കുന്ന ബോധം വിശ്വാസികൾക്കെങ്കിലും ഉണ്ടാവണം. ധർമ്മബോധമുള്ള സകലരെയും ഈ വിഷയത്തിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റണം. പോലീസ് സ്റ്റേഷനും പോലീസ് സംവിധാനവും പോലീസും നിർഭയമായി നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നതും നമുക്ക് വേണ്ടി നീതിയുടെ കൂടെ നിൽക്കുന്നതും ആണെന്ന് ആർക്കാണ് വിശ്വാസമുള്ളത്? ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട പോലീസും ക്രിമിനലിസം ശീലമാക്കിയ പോലീസും വാദിയെ പ്രതിയാക്കി പ്രതിയുടെ ജീവൻ തന്നെ തുലച്ചു കളയും വിധമുള്ള ഒരവസ്ഥ സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമല്ലേ നമ്മുടെ ഭരണകൂടം തന്നെ എടുത്തു പറഞ്ഞ ഡൽഹി പോലീസും മഹാരാഷ്ട്ര പോലീസും ഒക്കെ. അത്തരമൊരു രാജ്യത്താണ് ജീവിക്കുന്നത് എന്നും അതിന്റെ അനുരണനങ്ങൾ കേരളത്തിൽ വരെ അലയടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പോൾ നിയമമുണ്ടായത് കൊണ്ട് മാത്രമായില്ല, നടത്തിപ്പുകാർക്കുള്ള ധാർമ്മികതയും ആർജവവും നിഷ്കൃഷ്ടമായ നീതിയും അത് നടപ്പാക്കാനുള്ള കരുത്തും ഇതുകൂടി ഊന്നിയാണ് ഇസ്ലാമിന്റെ ക്രമം. അങ്ങനെയുള്ള ഒരു ക്രമത്തിൽ ശിക്ഷ ഫലം ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്രമത്തിലെ ശിക്ഷ ഫലം ചെയ്യൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. അല്ലയോ ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്ക് ശിക്ഷാവിധികളിൽ പ്രതിക്രിയയിൽ ജീവിതമുണ്ട്. വലക്കും ഹയാത്ത്, വലക്കും ഫിൽ ഖിസാസി, പ്രതിക്രിയയിൽ ശിക്ഷയിൽ നിങ്ങൾക്ക് ഹയാത്തുൻ ജീവിതമുണ്ട്. ഒരു സമൂഹം ജീവിക്കുന്നത് ഇത്തരം ശിക്ഷാവിധികൾ കൃത്യമായി നടപ്പാക്കുമ്പോഴാണ്. സമൂഹത്തിന്റെ ജീവിതമാണ് അവിടെ പ്രശ്നം. ഇവിടെ തെറ്റ് ചെയ്തവന്റെ ജീവിതമല്ല പ്രശ്നം. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ന്യായമായ എല്ലാ നടപടിക്രമങ്ങളിലൂടെയും, അതാരായിരുന്നാലും ശരി. കാരണം ഈ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർക്കും കൃത്യമായി ജീവിക്കാൻ ഇത് നടപ്പാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഖിസാസ്, പ്രതിക്രിയ, തെറ്റ് ചെയ്തവനെ തത്തുല്യമായ ശിക്ഷ നൽകുക എന്ന ആ പ്രയോഗം വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നു. സൂറ അൽ ബഖറ 179 ആയത്ത്. അതായിരുന്നു ഇന്നത്തെ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ച സൂക്തം. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന മനുഷ്യരെ, ബുദ്ധിയുള്ളവരെ, കഴമ്പും കാമ്പുമുള്ളവരെ, നിങ്ങൾക്ക് ഖിസാസിൽ പ്രതിക്രിയയിൽ ജീവിതമുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ മുത്തഖികളാണെങ്കിൽ, പടച്ചതമ്പുരാനെ ഭയമുള്ളവരാണെങ്കിൽ. ഇത് ദൈവവിശ്വാസികളുടെ നാടാ കേരളം. എല്ലാ മതക്കാരും ദൈവവിശ്വാസം പറയുന്നവരാ. മുസ്ലിമീങ്ങൾ അള്ളാഹുൽ കൃത്യമായി വിശ്വസിക്കുന്നവരാ. എങ്കിൽ ദൈവവിശ്വാസമുള്ള ഒരു നാട്ടിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഇത്തരം പ്രതിക്രിയ, ശിക്ഷാവിധി അത് നിഷ്കൃഷ്ടമായി നടപ്പാക്കൽ ധർമ്മം വയൽ ചെയ്യപ്പെടാതെ കൊണ്ടു നടത്താൻ അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അതിലൊരു ജീവിതമുണ്ടെന്നും കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു. അവരെ ദ്രോഹിച്ചാലും കൊന്നാലും ബലാത്കാരം ചെയ്താലും തനിക്ക് ജീവിക്കാം. തനിക്ക് പണമുണ്ടെങ്കിൽ, തന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ, തനിക്ക് അധികാരമുണ്ടെങ്കിൽ, തനിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ ആളുണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാം എന്ന് വരുന്നത് ഒരു സമൂഹം മരിക്കുന്നതിന് തുല്യമാണ്. അതൊരു സമൂഹത്തെ നശിപ്പിക്കല. ധർമ്മത്തെ കൊല്ലൽ സമൂഹത്തെ കൊല്ലലാണ്. അതുകൊണ്ട് ധർമ്മത്തെ വയലേറ്റ് ചെയ്യൽ ഫിത്നയാണ്. ഫിത്ന കൊലപാതകത്തെക്കാൾ ഗുരുതരമാണെന്ന് ഖുർആൻ. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഒരു മനുഷ്യനെ നേർക്ക് നേരെ കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ് ധർമ്മത്തെ കൊല്ലൽ, നീതിയെ കൊല്ലൽ എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ. അതുകൊണ്ട് താൻ ഒരുത്തനെ കൊന്നാൽ, താൻ ഒരുത്തിയെ കൈവച്ചാൽ, താൻ ഒരു അന്യായം ചെയ്താൽ തനിക്ക് ജീവിക്കാം എന്ന് വരാൻ പാടില്ല. ആ ചെയ്തതിന് കൃത്യമായ ശിക്ഷ അവൻ ഏറ്റുവാങ്ങണം. അങ്ങനെ വരുമ്പോഴേ സമൂഹം ജീവിക്കൂ. സമൂഹം ശരിയായ വഴിയിൽ ജീവിക്കാൻ ഇസ്ലാം വെച്ച ക്രമമാണ് ഖിസാസ്. ഈ ഖിസാസാണ് ഇസ്ലാമിലെ അൽ ഹദ്ദ് വൽ ജിനായാത്ത്, സിവിൽ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങളുടെ മേൽ പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു. ഇതും നിങ്ങൾക്ക് നിർബന്ധമാണ്. ഒരു സമൂഹം ധർമ്മത്തിൽ നിലനിൽക്കാൻ ശിക്ഷാവിധി നടപ്പാക്കൽ നിർബന്ധമാണെന്ന് ആ ധാർമ്മിക ക്രമത്തിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഈ സാഹചര്യത്തിൽ സവിശേഷമായ ഒരുപാട് പാഠങ്ങളാണ്
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നൽകുന്നത്. ആ ക്രമത്തിലൂടെ ഒരു ധാർമ്മിക ക്രമത്തെ ഉണ്ടാക്കിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളേണ്ടവരാണ് ഹബീബിനെ സ്നേഹിക്കുന്നവർ. ഹബീബിനെ സ്നേഹിക്കാനുള്ള വഴി ഹബീബിനെ ശക്തിപ്പെടുത്തലാണ്. അസ്റൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുക, വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കുക. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ക്രമത്തെ മാലോകർക്ക് മുമ്പിൽ പഠിപ്പിക്കുകയും ആ ഒരു ക്രമത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയും ചെയ്യുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്നിടത്താണ് ഹബീബിന്റെ ധാർമ്മിക വിപ്ലവത്തിന്റെ പിന്നണി പോരാളികളായിട്ട്, അതിന്റെ ആധുനിക കാലഘട്ടത്തിലെ പ്രവർത്തകരായിട്ട് നമുക്ക് മാറാൻ കഴിയൂ. ഈ അവബോധം ഇത്തരം ഒരു സാഹചര്യത്തിൽ റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിൽ യഥാവിധി കടന്നു കയറുമാറാവട്ടെ. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعمي نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.